ആദിലയും നൂറയും രനയും കൂടി ഇരുന്നിട്ട് അക്ബറിൻ്റെ അസൂയയെപ്പറ്റി പറയാണ്. അക്ബറിന് ഭയങ്കരമായ അസൂയയാണ്. ഇവർ 3 പേരും അക്ബറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അക്ബർ എഴുന്നേറ്റ് പോയതിന് ശേഷം അക്ബർ പറഞ്ഞതിനെ പറ്റി സംസാരിക്കുകയാണ്. അക്ബർ ഒരു കാര്യവും കറക്റ്റായിട്ട് പറയുന്നില്ല. എല്ലാം കടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. നമ്മൾ ചോദിക്കുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള റിപ്ലൈ അല്ല അക്ബർ തരുന്നത്. അത് തന്നെ മനസ്സിലാക്കാം എന്തുമാത്രം അസൂയുണ്ടെന്ന്. ആദ്യം പറയും ഇതെല്ലാം ഒരു ഗെയിമിൻ്റെ ഭാഗമല്ലേ, നമ്മളെല്ലാം ഗെയിം കളിക്കാൻ വന്നവരല്ലേ, അപ്പം ജയിക്കണമെന്നുള്ളത് നമ്മുടെ ആവശ്യമില്ലേ, നമ്മൾ മറ്റൊരാൾ ജയിച്ചതിനകത്തല്ല നമ്മൾ അസൂയപ്പെടുന്നത്, നമുക്ക് കിട്ടാത്തതിനുള്ള വിഷമമാണ് നമ്മളവിടെ പ്രകടിപ്പിക്കുന്നതെന്ന് അക്ബർ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എനിക്ക് ഗോൾഡ് കോയിൻ കിട്ടിയപ്പോഴും ഇക്കൈക്ക് എന്തോ ഒരിതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അതിൽ പറയാണ് നിന്നെയും ശരദിനെയൊക്കെ ഇയാൾ യൂസ് ചെയ്തതാണ്, ഇയാൾ യൂസ് ആൻഡ് ത്രോ ചെയ്യുന്നത്, ഇയാൾക്ക് ഗെയിം ജയിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നിങ്ങളെയൊക്കെ വെറുതെ അവിടെ ഇരുന്നുകൊണ്ട് കുത്തിവിടുകയാണ്, നിങ്ങൾ എന്നിട്ട് അവിടെ പോയിട്ട് ഭയങ്കരമായ ഇഷ്യൂ ഉണ്ടാക്കും, അയാൾ ഗ്യാലറിയിലിരുന്ന് കളിയാണോ എന്നാണ് ആദില പറയുന്നത്. ഇപ്പോൾ അക്ബർ യൂസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഉനിലിനെയും അഭിലാഷിനെയാണ്. അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയാൻ വയ്യ, നമുക്ക് നോക്കാം. ആദില പറയുകയാണ് രന ഇപ്പോൾ ഒരു സത്യം പറഞ്ഞിട്ടുണ്ട്. രന അന്ന് അനുമോളുമായിട്ട് വഴക്കുണ്ടായത് ഇവരെല്ലാം കൂടെ സ്ക്രൂ കയറ്റി വിട്ടിട്ടാണ് ഞാൻ അനുമോളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് രന ഇപ്പം ലൈവിൽ പറയുകയുണ്ടായി. പക്ഷേ എനിക്കിപ്പോൾ റിയലൈസായി, ഞാനിപ്പോൾ അത് മനസ്സിലാക്കി, ഇവരൊക്കെ എന്നോട് ഇങ്ങനെ സ്ക്രൂ കയറ്റുന്നത് ഞാനിപ്പോൾ അത് എടുക്കത്തില്ല. എനിക്കിപ്പോൾ എല്ലാവരെയും വ്യക്തമായിട്ട് ഞാൻ പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നൂറ് പറയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വരികയാണ്. ഇന്നലെ ആ ഷാനവാസക്കയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി പെട്ടെന്നങ്ങ് എടുക്കും. അത് ഇന്നലെ പറഞ്ഞപ്പം പെട്ടെന്നങ്ങ് ചൂടായി. അപ്പോൾ ഞങ്ങൾ ഇക്കയോട് പറഞ്ഞിക്ക അങ്ങനെ പറഞ്ഞത് ഇക്കയ്ക്ക് എനിക്ക് ദേഷ്യം വന്നാൽ എനിക്ക് ചൂടാവും, എന്നോട് ദേഷ്യത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്ന് ഷാനവാസ് പറയുകയുണ്ടായി.